ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമൊക്കെ കൊണ്ട് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. ഇത് ഐബെല്ലിൻ്റെ ഒരു എയർ ഫ്രയർ ആണ്. ഐബെൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. എനിക്ക് ശരിയാണെങ്കിൽ ഇതൊരു കേരള ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. എനിക്ക് അത്ര ഉറപ്പില്ല. പിന്നെ ഇതിൽ മീറ്റ് അതുപോലെ ചിക്കൻ പ്രോൺസ് ഒക്കെ കുക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് മെൻഷൻ ആക്കിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലത്തെ ആരോസ് ഇല്ലേ, അത് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ റൈറ്റ് സൈഡിലത്തേത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് കേട്ടോ. എപ്പോൾ എത്ര നേരം കുക്ക് ആവണം എന്നൊക്കെ ഉള്ള ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് സെറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്ലേ ചെയ്യാനുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആയിക്കോളും. പിന്നെ ഓഫ് ചെയ്യേണ്ടപ്പോൾ ഓഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. അത്ര ഈസിയാണ്. പിന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് വാങ്ങിയാണ് ആമസോണിൽ നിന്ന്. സിലിക്കൺ പ്ലേറ്റ്സ് ആണ് ഇത്. ഇതിനുള്ളിൽ നമുക്ക് ഭക്ഷണം വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ബാസ്ക്കറ്റൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ബാസ്ക്കറ്റ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇതിൽ മീൻ വറുത്തതാണ്. അപ്പോൾ ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് ഞാൻ ആക്കിയതാണ് കേട്ടോ. അത് പുഴമീനായിട്ടോ ആ ഒരു ഇതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ആ മസാലയിൽ നമ്മൾ ഒരു അര സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നത്തില്ല. അല്ല, അത്രയും എണ്ണ മതിയാവും കേട്ടോ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയതാണ്. ഞാൻ കുറച്ച് റെസിപ്പീസ് ഞാൻ ഇതിൽ ചെയ്യുന്നതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച റെഡിമെയ്ഡ് ആണ്. അതും ഇതുപോലെ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കാനേ ഉള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇത് റെഡിമെയ്ഡ് ആണ്, നമുക്ക് വീട്ടിലും ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിത് ബേബി പൊട്ടാറ്റോസ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് തൊലിയോടുകൂടി മാഷ് ചെയ്തിട്ട് പുഴുങ്ങിയിട്ട് മാഷ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത സീനിൽ ഞാൻ കുറച്ചൊരു എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ശരിക്കും ഇത് ഫ്രൈഡ് ആണോ അതോ എയർ ഫ്രൈഡ് ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. ആ എണ്ണയും കൂടെ വരുമ്പോഴത്തേക്ക് അത് കൊടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നഗ്ഗറ്റ്സ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതും പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയ നഗ്ഗറ്റ്സ് ആണ്. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ എണ്ണ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല. സ്റ്റിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാണ്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ആക്കിയത് ഈ പപ്സാണ് കേട്ടോ. ഇത് എഗ് പപ്സ് ആണ്. ഇത് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എഗ് വാഷ് ആണ് കേട്ടോ. എഗ്ഗ് ഇതാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിലും ചെയ്തിട്ടുണ്ടായിരുന്നു, എയർ ഫ്രയറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ ഓവനിൽ വെക്കുമ്പോൾ എനിക്ക് 4 എണ്ണ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചതുകൊണ്ട്. പക്ഷേ ഇതിൽ 2 പറ്റുന്നുള്ളൂ കേട്ടോ. അത്ര സ്പേസേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഒരെണ്ണോടെ മാക്സിമം വെക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഇത് വലിയ ഷീറ്റ് ആയതുകൊണ്ട് പറ്റുന്നുണ്ടായില്ല. ഷീറ്റ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയാണേ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഞാൻ 20 മിനിറ്റ്സ് ആയിരുന്നു എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ഓവനിൽ വെക്കുമ്പോൾ ഞാൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് ഓവനിൽ. ഇതിൽ 20 മിനിറ്റ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. അതായത് ഓവനിൽ 4ഉം എയർ ഫ്രയറിൽ 2ഉമാണ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഫിനിഷില്ല. ഇപ്പം ഞാൻ ഓവനിൽ ചെയ്തത് കാണിച്ചു തരാം. ഇതിൽ ആ ഗ്രില്ലിൽ വെച്ചെടുത്തൊക്കെ ആ ഗ്രില്ലിൻ്റെ ഷേപ്പും വന്നിട്ടുണ്ടായിരുന്നു. വല്ലാണ്ടങ്ങ് പൊങ്ങിയില്ല കണ്ടോ, ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എയർ ഫ്രയറിൽ വെച്ചതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടമായത്. ഇത് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. 20 മിനിറ്റ്സ് ആക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് അധികം ഒന്ന് ബ്രൗൺ ആയിപ്പോയി. അത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല. 15 to 18 മിനിറ്റ്സിൽ നന്നായിട്ടായി കിട്ടും. അടുത്ത ബാച്ച് ഞാൻ ചെയ്തപ്പോൾ 15-18 മിനിറ്റ്സിനുള്ളിലാണ് കേട്ടോ ആയതുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓവനിലതും റൈറ്റ് സൈഡിലത്തത് നമ്മുടെ എയർ ഫ്രയറിൽ ചെയ്തതുമാണ് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ 2 പ്രാവശ്യമായിട്ട് 4 എണ്ണം ചെയ്താലും ടൈം അത്രയും വരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് എയർ ഫ്രയർ ആണ് ഈ ഒരു കേസിൽ. പിന്നെ ഞാനിത് ഡെയിലി എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യലുണ്ട്. കാരണം നമ്മൾ ചോറിൻ്റെ കൂടെ മെഴുക്കുവരട്ടി അങ്ങനെ എന്തെങ്കിലും ആക്കൂലേ, അപ്പോൾ ഇത്ര എണ്ണയിലൊന്നും എന്തായാലും മെഴുക്കുവരട്ടി നന്നായിട്ട് മൊരിങ്ങി കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇവിടാണ് എല്ലാവർക്കും ഈ ബ്രോക്കളിയൊക്കെ എന്തായാലും ഇങ്ങനെ മൊരിങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് എണ്ണയിലിട്ട് മൊരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഒരു ഇച്ചിരി എണ്ണയിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന്
വേവിച്ച് വെള്ളം ഒഴിക്കാണ്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അത്ര ഹെൽത്തി ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് വേണേൽ സ്റ്റീം ചെയ്തതിന് ശേഷമാണെങ്കിലും ഇങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രോക്കളിയൊക്കെ അങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് ഒന്നുകൂടെ ഹെൽത്തി. പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റിന് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ. ഇതാണ് എയർ ഫ്രൈ ചെയ്ത് കിട്ടുക. അപ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടും. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഞാൻ ഇതുപോലെ എല്ലാ പച്ചക്കറി ഇങ്ങനെ കോളിഫ്ലവർ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.